സാർ നമസ്കാരം. നമസ്കാരം. കുറെ നാളായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് നമ്മുടെ ഭരത് റൈസ്, അതല്ലെങ്കിൽ ഭരത് അരി മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഈ അരി വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിലെ ആ ഒരു വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ, അതല്ലെങ്കിൽ മലയാളിയുടെ നിത്യഭക്ഷണമായിട്ടുള്ള അരി അത് വില കുറച്ച് കൊടുക്കുക എന്ന രീതിയിൽ ഇറക്കിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള അരി, ആ അരിയെ കുറിച്ചുള്ള വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടതുപക്ഷ സൈബറിടങ്ങളിലൊക്കെ അതിസജീവമായി തന്നെ നടക്കുന്നുണ്ട്. റേഷൻ കടയിൽ ഇതിനേക്കാൾ ഗുണമുള്ള അരി കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ജയ അരി 10 രൂപയുടെ അരി 29 രൂപയ്ക്ക് കൊടുക്കുന്നു. പല രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. അപ്പൊ ഈ വിഷയം തന്നെയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തില് അങ്ങയുടെ ആ ഒരു കാഴ്ചപ്പാട്? ഈ വിഷയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിരളി പിടിപ്പിക്കാൻ ചരിത്രപരമായ ഒരു കാരണമുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. EMS മന്ത്രിസഭ അധികാരത്തിലെത്തുന്ന സമയത്താണ് കുംഭകോണം എന്ന വാക്ക് കേരളത്തിൽ പരിചയപ്പെടുന്നത്. ഈ കുംഭകോണം എന്ന് പറഞ്ഞാൽ അഴിമതി എന്നാണ് മലയാളികൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അരി ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിന്റെ പേരാണ് കുംഭകോണം. അന്ന് EMS സർക്കാരിന്റെ കാലത്ത് അരിയില്ല കേരളത്തിൽ എന്നൊരു അവസ്ഥ വന്നപ്പോൾ കുംഭകോണത്ത് നിന്ന് അരി ഇറക്കുമതി ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കുംഭകോണത്ത് നിന്ന് അരി കൊണ്ടുവന്ന വകയിൽ അന്നത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കമ്മീഷൻ പറ്റി അഴിമതി നടത്തി എന്നുള്ള ആരോപണം വളരെ ശക്തമാവുകയും ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുകയും പ്രതിപക്ഷം അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തതോടുകൂടിയാണ് കുംഭകോണം എന്ന സ്ഥലത്തിന്റെ പേര് അഴിമതിയുടെ പര്യായമായി മാറിയത്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ സംഭാവനയാണ്. അപ്പോൾ അരി എന്ന് കേട്ടാൽ അഴിമതി എന്നല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ EMSന്റെ കാലം മുതൽ ഇവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ അരി എന്ന് പറയുന്നത് ഗുണമുള്ള അരിയല്ല, ഇതിന്റെ വില, ഇത്തരം കാര്യങ്ങൾ വിവാദമാക്കാൻ വേണ്ടി ഇടതുപക്ഷ സൈബർ സേന ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഇതിന്റെ സത്യവും വസ്തുതയും എന്താണ് എന്ന് ധാരാളം പേര് ഇപ്പോ ബൈജുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടാവും, എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഭാരത് അരി വരുന്നതിന് മുൻപ് ഭാരത് ആട്ട വന്നു, ഭാരത് മൈദ വന്നു, ഭാരതിന്റെ പേരിൽ തന്നെ പയർവർഗ്ഗങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഉത്തരേന്ത്യയില് വില പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭാരത് എന്ന ബ്രാൻഡ് നെയിമില് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കി തുടങ്ങിയിരുന്നു നേരത്തെ. എന്നാൽ കേരളത്തില് ഭാരത് അരി ആദ്യം വരാൻ കാരണം കേരളത്തിലെ അരിവില യാതൊരു നിയന്ത്രണവുമില്ലാതെ കുതിക്കുകയാണ്. ഇപ്പൊ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള ഈ കാലഘട്ടം 7-8 വർഷ കാലഘട്ടം എടുത്താൽ അരിവില ഇരട്ടിയിലധികമായി എന്ന് നിസ്സംശയം പറയാം. ഞാൻ കൂടുതൽ കടത്തിയൊന്നും പറയുന്നില്ല, ഇരട്ടിയിലധികമായി എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ അരിവിലയാണല്ലോ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതുകൊണ്ട് അരിയുടെ കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം വെച്ച കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ മാത്രം ഈ ഭക്ഷ്യസുരക്ഷ നഷ്ടമാകരുത് എന്ന ബോധ്യത്തോടു കൂടിയാണ് കേരളത്തിലേക്ക് ഭാരത് അരി ആദ്യമായിട്ട് അയക്കുന്നത്. ഇത് കേരളത്തിലേക്ക് മാത്രമല്ല, ഇന്ത്യ മുഴുവനുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭാരത് അരി എന്നുള്ളതിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് യാതൊരു ആക്ഷേപവും പറയാൻ പറ്റില്ല. വില കുറച്ച് അരി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അരിയുടെ ഗുണമേന്മയും അരിയുടെ വില നിലവാരവും തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ഇതിനേക്കാൾ നന്നായി ഞങ്ങൾ ചെയ്യുമായിരുന്നു, അല്ലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴ്വേലയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ പൊന്നി അരിയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ കേവലം ഒരു ഭക്ഷ്യവസ്തു എന്നുള്ള നിലയിൽ മാത്രമല്ല അരി വിതരണം ചെയ്യുന്നത്. ഇത് ദേശീയ ആരോഗ്യ സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ഭാരതത്തിലെ വലിയ ജനസംഖ്യ, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ 140 കോടിയിൽ മുകളിൽ നിൽക്കുമ്പോൾ അവരുടെ ആരോഗ്യ വിഷയത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെയും ഉൽപാദനക്ഷമതയെയും ബാധിക്കും. അതുകൊണ്ട് ആരോഗ്യരക്ഷാ രംഗത്ത് അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൊന്നി അരി വിതരണം ചെയ്യുന്നത്. അപ്പോൾ പൊന്നി അരി എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം അതിന്റെ വില മാത്രമാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ ആ വിലയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറയാം. ഞാനിപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അന്വേഷിച്ചു പൊന്നി അരി എത്രയൊക്കെ വിലയിലാണ് വിൽക്കപ്പെടുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി ഏറ്റവും കുറഞ്ഞത് 40-41 രൂപ മുതൽ
47-48 രൂപ വരെയാണ് ഏറ്റവും കുറഞ്ഞ പൊന്നി അരി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതല്ല, കുറെ കൂടി ഗ്രേഡ് കൂടിയ, കുറെ കൂടി വാല്യുബിൾ ആയിട്ടുള്ള ഒരു പൊന്നി അരി കിട്ടണമെന്നുണ്ടെങ്കിൽ 72, 78 മുതൽ 100 രൂപ, 120 രൂപ വരെ വിലയുള്ള പൊന്നി അരികളുണ്ട്. അപ്പോൾ 42 മുതൽ 120 വരെ എന്നതിന്റെ ഒരു പ്രൈസ് ബാൻഡ് നമ്മൾ കാണുകയാണെങ്കിൽ, സർക്കാർ ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കുന്ന ഈ റൈസ് അതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? അതിന്റെ വില എന്നുള്ളതിന് മുമ്പ് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പറയാം. അപ്പോഴാണ് അതിന്റെ വിലയുടെ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ വീട്ടമ്മമാര് ഇത് ഉപയോഗിച്ചവര് പറഞ്ഞു കേട്ടതും അതിന്റെ വീഡിയോസ് ഞാൻ കണ്ടതുമായി വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്നു, 100 രൂപയോ 70 രൂപയ്ക്കോ മുകളിൽ വിലയുള്ള പൊന്നി അരി വാങ്ങിച്ച് പാകം ചെയ്യുമ്പോഴുള്ള അതേ അനുഭവം, അതേ മണം, അതേ സ്വാദ്, അതേ രുചിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് കരുതി ഞാനിത് 120 രൂപയുടെ അരിയാണെന്ന് അവകാശപ്പെടുകയല്ല. മറിച്ച് ഈ അരിയുടെ ഉപയോഗത്തിൽ ഇന്ധന ലാഭം എന്ന് പറയുന്നത് അമ്മമാര് പറയുന്നുണ്ട്. സാധാരണ നമ്മൾ കേരളത്തിൽ കിട്ടുന്ന അരി വേവിച്ചെടുക്കാനുള്ള സമയത്തിന്റെ ഒരു 60% സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ, ചിലപ്പോൾ 50%. അപ്പോൾ ഇന്ധനം പകുതിയായിട്ട് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. അത് ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, മിക്ക വീടുകളിലും ഉപയോഗിക്കുന്നത് ഗ്യാസ് ആണ്, അല്ലെങ്കിൽ വൈദ്യുതിയാണ്. ഇത് ഏത് രീതിയിലാണ്, ഇനി അഥവാ വിറകാണെങ്കിൽ പോലും എന്തൊരു വിലയാണ്. അപ്പൊ ഇന്ധന ലാഭം എന്നുള്ള സാമ്പത്തിക ലാഭം ഒരു കാര്യം. ഇനി രണ്ടാമത് ഏറ്റവും പ്രധാനമായ കാര്യം, ഈ ഗവൺമെന്റ് ഭാരത് അരി എന്ന് പറഞ്ഞ് വിതരണം ചെയ്യുന്ന അരിയുടെ ഗുണ നിലവാരം പരിശോധിക്കുമ്പോൾ കാണുന്നത് വളരെ അത്ഭുതകരമായ, നമ്മുടെ ചിന്തയിൽ പോലും വരാത്തത്ര ഗുണനിലവാരമുള്ള അരിയാണ് ഇത്. അപ്പൊ ഞാനതൊന്ന് ചുരുക്കി പറയാം. അപ്പൊ 100 ഗ്രാം പൊന്നി അരി ഇപ്പോൾ ഭാരത് റൈസ് 100 ഗ്രാം എടുക്കുമ്പോൾ അതിൽ 43 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. അതിൽ 41 ഗ്രാം നെറ്റ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതില് 1 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. എന്നാൽ ഇതിൽ 1 ഗ്രാം പോലും കൊഴുപ്പ് അടങ്ങിയിട്ടില്ല. അപ്പൊ അരിയിൽ കൊഴുപ്പുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കൊഴുപ്പുള്ള അരികളുണ്ട്. ഇത് കൊഴുപ്പൊട്ടുമേ ഇല്ല. 170 കാലറി ഊർജം തരാൻ കഴിയുന്നതാണ് ഇതില് 100 ഗ്രാം അരി. ഇനി ഇതിന്റെ മറ്റു ഗുണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉയർന്ന ഫൈബർ കണ്ടന്റ് ഉണ്ട്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സ്ഥലമാണ് കേരളം. അതിന്റെ കാരണം ഫൈബർ കണ്ടന്റ് തീരെ കുറഞ്ഞ അരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഫൈബർ കണ്ടന്റ് കുറഞ്ഞ അരി ഉപയോഗിക്കുമ്പോൾ ഷുഗർ, പ്രമേഹം എന്നിവ വർദ്ധിക്കും. അത് പിന്നീട് മറ്റു പല രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഇത് ഉയർന്ന മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും ഉയർന്ന ഫൈബർ കണ്ടന്റ് ഉള്ള അരിയാണ് ഭാരത് അരി എന്ന് പറയുന്നത്. അത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള അരിയാണ്. എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടന്റെ അളവ് ഏറ്റവും കുറവുള്ള അരിയാണ്. അപ്പോൾ ഇത് ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോയിട്ട് അസുഖമുണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൂടാതെ മൂന്നാമത് പറഞ്ഞാൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക ഉള്ളതിനാൽ പ്രമേഹ രോഗത്തിനുള്ള സാധ്യതയും, അതുപോലെ പ്രമേഹമുള്ളവർക്കും സാധ്യതയുള്ളവർക്കും രോഗമുള്ളവർക്കും പോലും ഹാനികരമല്ലാത്ത അരിയാണ് ഇത്. മറ്റൊന്ന് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന അരിയാണ്. പല ആൾക്കാരും പറയുന്നുണ്ട്, ഞാൻ കൊളസ്ട്രോൾ എനിക്ക് എങ്ങനെ വന്നു എന്നറിയില്ല, ഞാൻ മാംസം കഴിക്കുന്നില്ല, എണ്ണ കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്കും കൊളസ്ട്രോൾ എങ്ങനെ വരുന്നു എന്നുള്ളത്. കൊളസ്ട്രോൾ തെറ്റായ രീതിയിലുള്ള അരിയുടെ ഉപയോഗം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് വൈദ്യശാസ്ത്രം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് അല്ല ഈ പറഞ്ഞ പൊന്നി അരിയിലുള്ളത് എന്ന് മാത്രമല്ല, ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് ഇത് കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിലൂടെ കടന്നു പോകുമ്പോൾ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് ഇതിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത കുറയുകയാണ്. അപ്പോൾ അങ്ങനെയും ശാസ്ത്രീയമായിട്ടുള്ള ഗുണം ഇതിനുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം. അപ്പൊ ഈ പറഞ്ഞ 4 മൂലകങ്ങൾ, കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്ന 4 മൂലകങ്ങൾ ഈ 100 ഗ്രാം അരിയുടെ 3% തന്നെ ഇതിൽ വരുന്നുണ്ട്. ഇതുകൂടാതെ 1 കപ്പ് ഈ പൊന്നി അരിയുടെ ചോറ് കഴിക്കുമ്പോൾ സിങ്കിന്റെ, വളരെ കുറച്ച് സിങ്ക് മതി നമ്മുടെ ശരീരത്തിലെങ്കിലും നമുക്കതിന് ആവശ്യമുണ്ട്. ആ സിങ്കും
ഇതിൽ അടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കുറഞ്ഞ അളവിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഹൃദ്രോഗികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അരിയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഭാരത് റൈസ്. രണ്ട് കാര്യങ്ങൾ കേരളത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നുണ്ട്. ഒന്ന് പ്രമേഹം, രണ്ട് ഹൃദ്രോഗം. ഇത് പരസ്പരം ബന്ധിതമായിട്ടാണ് വരുന്നത്. കാരണം പ്രമേഹത്തിന് കാരണമാകുന്ന കൊളസ്ട്രോളിന്റെ ഗ്ലൂക്കോസിന്റെ അളവും ഹൃദ്രോഗത്തിന് കാരണമാകുന്ന കൊളസ്ട്രോളിന്റെ അളവും ഇത് രണ്ടും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അരികളാണ് കേരള മാർക്കറ്റിൽ കൂടുതലായി ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ പേരെന്ത് തന്നെയാണെങ്കിലും. പക്ഷേ ഭാരത് റൈസ് എന്ന് പറയുന്ന പൊന്നി അരി കഴിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പ്രമേഹത്തിന്റെയും ഹൃദ്രോഗത്തിന്റെയും സാധ്യതയും ഇനി രോഗമുള്ളവരാണെങ്കിൽ അളവും കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഒരു ഇൻഡയറക്റ്റ് മെഡിസിനൽ എഫക്റ്റ് ഉള്ള അരിയാണ് ഇത്. ഇത്തരം ശാസ്ത്രീയ സത്യങ്ങൾ നിലനിൽക്കെയാണ് ഇതിനെതിരായിട്ടുള്ള ആരോപണങ്ങളുമായി ഇടതുപക്ഷം രംഗത്ത് വരുന്നത്. ഇവിടെ എനിക്ക് ഒരു അനുഭവം ഉള്ളത് പറയാതിരിക്കാൻ വയ്യ. കേരളത്തില് കിസാൻ സമ്മാൻ നിധി വന്ന സമയത്ത് ഇതേ ഇടതുപക്ഷത്തെ സൈബർ സേന പ്രചരിപ്പിച്ചത് എന്താ? നിങ്ങൾ ആരും 6000 രൂപയ്ക്ക് വേണ്ടി ആധാരം കൊടുക്കരുത്, നിങ്ങളുടെ വീട് നഷ്ടപ്പെടും, ഭൂമി നഷ്ടപ്പെടും, ബാങ്കിൽ പണയം വെക്കാൻ കഴിയാതെ വരും, വഴി വെട്ടാൻ പറ്റില്ല, ഇലക്ട്രിക് ലൈൻ, വാട്ടർ ലൈൻ ഒന്നും എടുക്കാൻ പറ്റില്ല, കരമടച്ച രസീതിന് വിലയില്ലാതാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇവിടുത്തെ സഖാക്കന്മാരെ. എന്നിട്ട് ഈ സഖാക്കന്മാർ എന്താ ചെയ്തത്? അവരാദ്യം പോയി ഈ കിസാൻ സമ്മാൻ നിധി മേടിച്ചു. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, പൊന്നി അരി കൂടുതലും മേടിക്കുന്നത് ഇടതുപക്ഷ സഹാക്കന്മാരായിരിക്കും. അവർക്ക് കിട്ടാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതി പരത്തിയിട്ട് ഇവരുടെ വീടുകളിൽ പൊന്നി അരി ഇവർ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ സഹാക്കന്മാർക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഒരു ഭീതി പരത്തുന്നത് എന്നാണ് അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഞാനിത് ആരോപണമായിട്ട് പറയല്ല, അനുഭവമാണ്. കാരണം കവല തോറും മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും കേൾക്കുന്നു, ഇപ്പോഴും ഓർക്കുന്നു. സഹാക്കന്മാര് പറഞ്ഞത് കിസാൻ സമ്മാൻ നിധി മേടിച്ചാൽ നിങ്ങളുടെ കിടപ്പാടം മോദിയുടെ പേരിലാകും, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോകും എന്ന് പറഞ്ഞതുപോലെ ഇത് മറ്റൊരു കള്ളപ്രചരണമാണ്. ഏറ്റവും കൂടുതൽ ഈ ഭാരത് അരി ഉപയോഗിക്കുന്നത് ഇടതുപക്ഷ സഖാക്കന്മാരുടെ വീടുകളിലായിരിക്കും, ഒരു സംശയവും. ഇനിയിപ്പോൾ ഇത് വിജയമാകുന്നതോടുകൂടി ഇതിന്റെ പിന്നാലെ ഭാരത് ആട്ട, ഭാരത് മൈദ, ഭാരത് പയറുവർഗ്ഗങ്ങൾ ഒക്കെ വരുമ്പോഴും അതും ഈ ഇടതുപക്ഷ സഹാക്കന്മാര് തട്ടിയെടുക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു പുകമറ സൃഷ്ടിക്കലാണ് ഇത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ഈ ചർച്ച കേൾക്കുന്ന മലയാളികള് ദയവ് ചെയ്ത് ഈ ഇടതുപക്ഷ തന്ത്രത്തിൽ വീഴരുത്. അല്ലെങ്കിൽ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സഹാക്കന്മാരുടെ വീട്ടിലെ അടുക്കളയിൽ പോയി നോക്കൂ, അവിടെ മുഴുവൻ ഭാരത് റൈസ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കള്ളപ്രചരണം. അതുപോലെ സാർ മറ്റൊരു ആരോപണമാണ് ഇതിപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള, അതായത് ഇനിയിപ്പോ കേന്ദ്ര സർക്കാരിന് വീണ്ടും ഭരണത്തിൽ വരാൻ വേണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ആ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്, അത് ഇവർ പിണറായി വിജയൻ കിറ്റ് കൊടുത്ത, ആ എറിഞ്ഞു കൊടുത്ത ഒരു പരിചയത്തിലായിരിക്കാം, ഇവർ നടത്തുന്ന മറ്റൊരു ആരോപണമാണ് മോദിജിക്ക് വീണ്ടും ഭരിക്കാൻ വേണ്ടി കേരളത്തിൽ അരി വിതരണം ചെയ്യുന്നത് എന്നുള്ളത്. മോദിക്ക് ഭരിക്കാൻ കേരളത്തിൽ നിന്ന് എത്ര എംപിമാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരി ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, മോദിജി ഭരിക്കുന്നത് കേരളത്തിലെ എംപിമാരെ വെച്ചുകൊണ്ടല്ല. ആ രാഷ്ട്രീയ പ്രചാരണത്തിന് എങ്ങനെയാണ് അങ്ങയുടെ ഒരു മറുപടി? കേരളത്തിന്റെ എംപിമാരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മോദിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോ ബൈജു പറഞ്ഞത് വളരെ ശരിയാണ്. കേരളത്തിലെ ഒരു എംപിയുടെയും ഭരണമില്ലാതെയാണ് മോദി 10 കൊല്ലം ഭരിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ഭരണത്തിലേറാൻ പോകുന്ന സമയത്തും കേരളത്തിലെ ഒരു എംപിയുടെയും പിന്തുണ കണക്ക് കൂട്ടിയിട്ടല്ല, പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ കണക്ക് കൂട്ടിയിട്ടല്ല ഭൂരിപക്ഷം നിർണയിച്ചിരിക്കുന്നത്. ഇപ്പോൾ NDAക്ക് 400 സീറ്റും BJPക്ക് ഒറ്റയ്ക്ക് 370 സീറ്റും എന്ന് NDA കണക്ക് കൂട്ടുമ്പോൾ അതിലൊറ്റ സീറ്റ് പോലും കേരളത്തിൽ നിന്ന് കൂട്ടിയിട്ടില്ല. അതിന്റെ അവര് പറയുന്ന കണക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു MPയെ പ്രതീക്ഷിച്ചുകൊണ്ടോ MLA പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല ഇത്. എന്നാൽ കേരളത്തിന്റെ ഭരണത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, CPM രാഹുൽ ഗാന്ധിയെ അധികാരത്തിൽ എത്തിക്കണമെങ്കിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനെ തോപ്പിച്ച് എത്ര എംപിമാര് കിട്ടുന്നോ ആ എംപിമാരെ കൊണ്ട് വേണം അതേ രാഹുലിന് പിന്തുണ കൊടുക്കാൻ. ഇത് അവർ നേരിടുന്ന വലിയൊരു ക്രൈസിസാണ്. ഇനി തിരിച്ച് ഇന്ത്യ മുന്നണിയിൽ CPM-നെ നിലനിർത്തണമെങ്കിൽ കോൺഗ്രസ്സുകാർ എത്ര സീറ്റിൽ തോറ്റു കൊടുക്കുന്നോ അവിടെ CPM ജയിച്ചിട്ട് വേണം CPM-ന് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ. ഇത്തവണ കൂടി
ഇതേ അവസ്ഥയാണ് CPM വരുന്നതെങ്കിൽ അടുത്ത തവണ അരിവാൾ ചുറ്റികയിൽ CPM മത്സരിക്കാൻ പോകുന്നില്ല, തേങ്ങ മാങ്ങ കൊട്ട വട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. അപ്പോ ഇവര് പരസ്പരം സഹായിച്ചാൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ, CPM ഉള്ളൂ. മറ്റൊരു കാര്യം കൂടി പറയാം, ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന് CPM-നും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് കേരളത്തിൽ നിന്നായിരിക്കും. വേറൊരു സംസ്ഥാനത്ത് നിന്ന് അത് കിട്ടില്ല. അത് മറ്റൊരു വിഷയമാണ്, നമുക്ക് മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം. അതിന്റെ കണക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിലും കോൺഗ്രസിന് എത്ര കിട്ടും, CPM-ന് എത്ര കിട്ടും, അത് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുന്നു, CPM-നും കോൺഗ്രസിനും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് അവർക്കിവിടെ ഇത്തരം കള്ളപ്രചരണങ്ങൾ, അത് അരിയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ കൃഷിഭൂമിയുടെ പേരിലാണെങ്കിലും വാക്സിനേഷന്റെ പേരിലാണെങ്കിലും എല്ലാ സമയത്തും BJP-ക്കെതിരെ ഇത്തരം പുകമറ സൃഷ്ടിക്കാതെ അവർക്ക് നിലനിൽപ്പില്ല. അത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം മാത്രമാണ്. ജനങ്ങൾ ഇത് തിരിച്ചറിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത്തവണ ഈ രണ്ടുപേരുടെയും കണക്കുകൂട്ടൽ തെറ്റാനാണ് സാധ്യത. മറ്റൊരു ചോദ്യമാണ് സർ, ഇപ്പോ തൃശ്ശൂരിലാണ് ഈ ഭരത്തരി റൈസ് വിതരണം ചെയ്ത ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അതിനെതിരെ ഇവർ നടത്തിയിട്ടുള്ളത്, അതായത് തൃശ്ശൂരിൽ നരേന്ദ്രമോദിജിയുമായിട്ടുള്ള സുരേഷ് ഗോപി സാറിന്റെ ബന്ധം, അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് തൃശ്ശൂരിലേക്ക് നേരിട്ട് ഇത് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. മറ്റൊരു സ്ഥലത്തും ഇത് കിട്ടുന്നില്ല, ഇത് തൃശ്ശൂർ ഗോപിയുടെ ആ വകയാണെന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി സാറിനൊക്കെ ഒരുപാട് അപകീർത്തികരമായ രീതിയിലൊക്കെ ഒരുപാട് ട്രോൾ വീഡിയോസും മറ്റും ഇറങ്ങുന്നുണ്ട്. ഇത് തൃശ്ശൂരിൽ മാത്രമാണോ കിട്ടുന്നത്, അതോ ഭാരതം ഒട്ടുക്കുണ്ടോ കേരളം ഒട്ടുക്കുണ്ടോ? ഇത് ഭാരതം ഒട്ടുക്കുണ്ട്, കേരളം ഒട്ടുക്കും കിട്ടും. തൃശ്ശൂർ കേരളത്തിന്റെ മധ്യഭാഗമായതുകൊണ്ടും FCI ഗോഡൌണുകളുടെയും റെയിൽവേ വാഗണുകളുടെയും സൗകര്യപ്രദമായ സംവിധാനങ്ങൾക്കും പറ്റിയ സ്ഥലമായതുകൊണ്ടും ആണ് ഇത് കേരളത്തിന്റെ മധ്യഭാഗമായ തൃശ്ശൂരിൽ തന്നെ ആരംഭിച്ചത്. ഇനി അതിനെ സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. അത് സുരേഷ് ഗോപിയുടെ പ്രത്യേകമായ കഴിവാണ്, നരേന്ദ്രമോദിയുടെ പ്രത്യേകമായ കരുതലാണ്. അതുകൊണ്ട് ആ ഒരു ഭയം ഇടത് വലത് മുന്നണികളെ പിടികൂടി എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇത്തരം ആരോപണം. ആ ആരോപണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി ഇവർ മറ്റൊന്ന് പറയുന്നുണ്ട്, സപ്ലൈകോയിലും അതുപോലെ റേഷൻ കടകളിലും ഒക്കെയുള്ള കേരളം വിതരണം ചെയ്ത അരികളുടെ കാര്യമൊക്കെ. സത്യത്തിൽ സപ്ലൈകോയുടെ ബോർഡിൽ മാത്രമേ സാധനങ്ങൾ ഉള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ശരിക്കും കൃത്യമായിട്ടും ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ, വിഷു ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, പെരുന്നാളിനെ കൂട്ടാൻ പറ്റില്ല, കാരണം പെരുന്നാളിന് ഭയങ്കര കരുതലുള്ളത് കൊണ്ട് പെരുന്നാളിനെ കൂട്ടാൻ പറ്റില്ല. അത്തരത്തിൽ ആ ഒരു ഉത്സവങ്ങൾ വരുന്ന സമയത്തൊക്കെ എത്രത്തോളമാണ് സപ്ലൈകോ ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി ആട്ടിയിരിക്കുന്നതെന്നും കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് ഈ റേഷൻ കടയിൽ കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് സർക്കാരിന്റെ, കേരള സർക്കാരിന്റെ അരിയാണോ, അതല്ലെങ്കിൽ പല വ്യഞ്ജനങ്ങളാണോ, സാധന സാമഗ്രികൾ മാത്രമാണോ സർ? നമ്മുടെ റേഷൻ കടയിൽ വിതരണം ചെയ്യുന്നതില് കേരള ഗവൺമെന്റിന്റെ സംഭാവന എത്രയാണെന്ന് വ്യക്തമാക്കാൻ ഞാൻ കേരള ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. EMS-ന്റെ കാലത്ത് കേരളത്തില് ആകെ ഉൽപ്പാദിപ്പിച്ചിരുന്ന അരി കേരളത്തിന്റെ ആവശ്യത്തിന്റെ 40% തികയുമായിരുന്നുവെങ്കിൽ ഇന്നത് 14% മാത്രമായി കുറഞ്ഞു. കേരള അരി 14%മേ ഉള്ളൂ. 86% അരിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് റേഷനായിട്ട് അല്ലാതെയും അനുവദിക്കുന്നതാണ്. അപ്പോൾ 86% അരിയും പുറത്തുനിന്നാണ് വരുന്നത്, ഇപ്പൊ കേരളത്തിൻ്റെതല്ല. ഇനി ആണ് എങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു, കേരളത്തിന്റെ എത്ര ശതമാനം അരി കേരളത്തിൽ വിതരണം ചെയ്യുന്നു, കേന്ദ്രത്തിന്റെ എത്ര ശതമാനം അരി കേരളത്തിൽ വിതരണം ചെയ്യുന്നു? സഖാക്കന്മാരും ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയട്ടെ. ഇത് ഞാൻ വെല്ലുവിളിയായിട്ട് തന്നെ ഉയർത്തുകയാണ്. മറ്റൊരു കാര്യം, കേരളത്തിന്റെ റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന വസ്തുക്കൾ ഏതെങ്കിലും ഒന്ന്, മൈദയാവട്ടെ, ആട്ടയാവട്ടെ, അല്ലെങ്കിൽ പഞ്ചസാരയാവട്ടെ, ഏതെങ്കിലും ഒന്ന് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇതെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഔദാര്യം എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്നാണ് കേരളം പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള അവകാശമുണ്ട്. അവിടെ ഇവരൊരു വാദവും കൂടി ഉയർത്തുന്നു, ഞങ്ങളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ നിലനിർത്തുന്നത്, ഞങ്ങളാണ് കൂടുതൽ, കേരളമാണ് കൂടുതൽ നികുതി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ 14 ജില്ലകളുണ്ട്. 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുന്നത് എറണാകുളമാണ്. അങ്ങനെയാണ് എറണാകുളത്ത് നികുതി പിരിക്കുന്ന മുഴുവൻ എറണാകുളത്ത് ഉപയോഗിക്കണം, പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം പിണറായി വിജയനോ അല്ലെങ്കിൽ UDF-നോ നടപ്പാക്കാൻ ധൈര്യമുണ്ടോ? അപ്പോൾ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്ത് നികുതി വന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യുമ്പോഴാണ് സംസ്ഥാനത്തിന് ഉപയോഗിക്കുക. അതുപോലെ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് നികുതി പിരിച്ചാലും അത് രാജ്യത്തിലെ ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് കൂടുതൽ കൊടുക്കണം.
നിർമ്മലാ സീതാരാമൻ വ്യക്തമായിട്ട് ഈ കാര്യം പാർലമെന്റിൽ പറഞ്ഞു. ഇന്ത്യയിലെ വിഭവ ദാരിദ്ര്യമുള്ള സംസ്ഥാനത്തിൽ ഏറ്റവും ദാരിദ്ര്യവാസി, നമ്പർ 1 ദാരിദ്ര്യവാസിയാണ് കേരള സംസ്ഥാനം. കണക്കുകൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, തെളിയിച്ചു. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന വിഹിതമാണ് കേരളം ഭുജിക്കുന്നത് എന്ന് കൃത്യമായിട്ട് തെളിയിച്ചു. അപ്പോൾ കേരളത്തിലെ റേഷൻ കടകളിലൂടെ ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കേരളത്തിലെ റേഷൻ കടകളിലൂടെ കേന്ദ്രം കൊടുക്കുന്നത്, കേരളം വിതരണം ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് ശരി. കാരണം റേഷൻ കടയിലേക്ക് സാധനം കൊണ്ടുവരുന്നതും അതിന് ഹോൾസെയിൽ ഡീലർക്ക് പൈസ കൊടുക്കുന്നത്, ഗോഡൌണിന് ഇലക്ട്രിസിറ്റി, വാട്ടർ, ഓഫീസ് എക്സ്പെൻഡിച്ചർ കൊടുക്കുന്നത്, ലോറി കൂലി കൊടുക്കുന്നത്, കയറ്റിറക്ക് കൂലി, കയറ്റുന്ന കൂലി, ഇറക്കുന്ന കൂലി കൊടുക്കുന്നത്, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഒരു പൈസ പോലും സംസ്ഥാനത്തോട് വാങ്ങാതെയാണ് റേഷൻ കടകളിൽ സാധനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇറക്കി കൊടുക്കുന്നതും കേരള ഗവൺമെന്റ് അതിന്റെ വിതരണം മാത്രം നടത്തുന്നത്. ഇത് സാമാന്യ ജനങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതായത് റേഷൻ കടയിലൂടെ വിതരണം നടത്തുക എന്നുള്ള ഒരൊറ്റ കാര്യമേ കേരള സംസ്ഥാനം ചെയ്യുന്നുള്ളൂ. അതിന്റെ വാഗൺ ചാർജ്, അതിന്റെ ലോറി ചാർജ്, കയറ്റുകൂലി, ഇറക്കുകൂലി, ഗോഡൌണിന്റെ ചെലവ്, ഗോഡൌണിലെ വൈദ്യുതി, വെള്ളം, ശമ്പളം, ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ചെലവ്, റേഷൻ കട നടത്തുന്ന ആളിന്റെ കമ്മീഷൻ പോലും കേന്ദ്ര ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ കേരള ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? കേരള ഗവൺമെന്റ് കേവലം പോസ്റ്റ്മാന്റെ പണിയാണ് ചെയ്യുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടുപോയി കൊടുക്കുന്നു, എന്നിട്ട് ഞാനാണ് തരുന്നതെന്ന് പറയുന്നു. ചില പാവപ്പെട്ട ആൾക്കാര് പോസ്റ്റ്മാൻ ആണ് പൈസ തരുന്നതെന്ന് പറഞ്ഞ് പോസ്റ്റ്മാൻ വോട്ട് ചെയ്യാനിരിക്കുന്നത് പോലെ തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ പ്രബുദ്ധ കേരളം ഇതുപോലെയുള്ള തിരുമണ്ടൻ കാര്യങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇങ്ങനെ പറയാൻ ധൈര്യം വരുന്നത്, ഞങ്ങളാണ് നിങ്ങളെക്കാൾ കേമം എന്ന്. റേഷൻ കടയിൽ അരിക്ക് വിലക്കുറവുണ്ടെങ്കിൽ ആ വിലക്കുറവ് കേന്ദ്രം കൊടുക്കുന്ന സബ്സിഡിയാണ്, കേരളം കൊടുക്കുന്നതല്ല. അപ്പൊ മാർക്കറ്റിലേക്കാൾ വിലക്കുറവ് റേഷൻ കടയിലുണ്ടെങ്കിൽ പിണറായിയുടെ ഔദാര്യമല്ല, അത് മോദിയുടെ ഔദാര്യാണ്. ഇത് ജനങ്ങൾ അറിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. സർ, അതുപോലെ ഇപ്പൊ ഇത് എവിടെയൊക്കെ കിട്ടും എന്നുള്ളത് സത്യത്തിൽ ഇന്നും ആളുകൾക്കൊരു അന്താളിപ്പുണ്ട്. ഇത് എവിടെയൊക്കെ ഇത് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. റേഷൻ കടയിൽ ഇതെന്താ കിട്ടാത്ത എന്നുള്ളതൊക്കെ എന്താണ് അതിനുള്ള ഒരു ഉത്തരം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്? അതായത് കേന്ദ്ര ഗവൺമെന്റിന് ഇന്ത്യ മുഴുവൻ ഒരു വിതരണ സംവിധാനം ഉണ്ട്. അതിലൊന്നാണ് NCCF, നാഷണൽ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ, NCCF. ഈ NCCF കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് അടിയന്തരമായ ഘട്ടങ്ങൾ വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ഉടനീളം കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ട് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ കഴിയണം. അതിനാണ് ഈ NCCF വഴി വിതരണം ചെയ്യുന്നത്, നാഷണൽ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ. പിന്നെ മറ്റൊന്ന് നാഫഡ്, നമുക്ക് തന്നെ അറിയാം. ദേശീയ തലത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാനും സംഭരിക്കാനും വിതരണം ചെയ്യാനുമുള്ള കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് സുപരിചിതമായിട്ടുള്ള നാഫഡ്. അതും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടാതെ മറ്റൊരു മേഖലയുണ്ട്. അതാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും പട്ടാളക്കാർക്കും ഒക്കെ വിതരണം ചെയ്യുന്ന ഈ നമ്മളിവിടെ കേരളത്തിൽ തന്നെ ക്യാൻറ്റീൻ എന്ന് വിളിക്കും. ക്യാൻറ്റീനിൽ കൂടെ കിട്ടുമ്പോൾ വിലക്കുറവുണ്ടെന്നൊക്കെ എല്ലാവരും പറയുമല്ലോ. പട്ടാള ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുമ്പോൾ വിലക്കുറവുണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ആ സംവിധാനവും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും അതിന് കേന്ദ്രങ്ങളുണ്ട്. ഇങ്ങനെ 3 കേന്ദ്രങ്ങളിലൂടെ ഇത് കിട്ടും. ഇതുകൂടാതെ മൊബൈൽ യൂണിറ്റുകൾ കേരളത്തിൽ രംഗത്തിറക്കുന്നുണ്ട്. 200 മൊബൈൽ വാനുകൾ, അതായത് ലോറികളില്, വാനുകളില് ഈ ഭാരത് ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ, ആദ്യമായിട്ട് അരി, കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും വിതരണം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ബുക്ക് ചെയ്ത് വാങ്ങുകയും ചെയ്യാം. ഇതിന് റേഷൻ കാർഡ് നിർബന്ധമല്ല. റേഷൻ കാർഡിന്റെ നിറവോ അല്ലെങ്കിൽ റേഷൻ കാർഡിന്റെ ഗ്രേഡോ ഒന്നും പ്രശ്നമല്ല. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണോ താഴെയാണോ അതൊന്നും പ്രശ്നമല്ല. പബ്ലിക് മാർക്കറ്റിൽ വില പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവർക്കും എല്ലായിടത്തും ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർ, അതുപോലെ നമ്മുടെ ചോദ്യത്തിൽ മറ്റൊരു ഭാഗമായിരുന്നു റേഷൻ കടകളിലൂടെ ഇത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത്. പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ എല്ലാം റേഷൻ കടയിലൂടെയല്ലേ കിട്ടുന്നത്, പിന്നെ എന്താ കേന്ദ്രത്തിന് കൊടുത്താലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു ഉത്തരം എന്താണ് അവർക്ക് കൊടുക്കാനുള്ളത്? അതായത് ഈ കോഴിക്കൂട് എന്തുകൊണ്ടാണ് കുറുക്കന് കൊടുക്കാത്തത് എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. അങ്ങേറ്റ അഴിമതിയുടെ കൂത്തരങ്ങാണ്, വെട്ടിപ്പും തട്ടിപ്പും പകൽ കൊള്ളയും നടക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം. ഈ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ കയ്യിലേക്ക് ഈ പറഞ്ഞ അരി വിട്ടുകൊടുത്താൽ അത് ചെല്ലുന്നത് ജനങ്ങളിലായിരിക്കില്ല, സ്വകാര്യ മുതലാളിമാരുടെ ഗോഡൌണുകളിലേക്കായിരിക്കും. അതായത് കേരള ഗവൺമെന്റ്
5 പൈസ, ഒരു നയാ പൈസ ഇല്ല. ഖജനാവിൽ പൂച്ച മാത്രമല്ല പട്ടിയും കോഴി എല്ലാം പെറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കോടതി കൊടുത്തേച്ച് നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കയ്യിലേക്ക് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് മെട്രിക് ടൺ അരി കൊണ്ട് കൊടുത്താൽ ഇവന്മാരിത് മറിച്ച് വിറ്റ് പുട്ടടിക്കും. മാർക്കറ്റിൽ വില പിന്നെ ഉയരും. അതുകൊണ്ട് ഈ കാട്ടുകള്ളന്മാരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, ഈ നുണയുടെ ചക്രവർത്തിമാരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവന്മാരുടെ റേഷൻ കടയിലേക്ക് കൊടുക്കാത്തത്. പിന്നെ ഈ റേഷൻ കട ഇല്ലാതെ ജനങ്ങളിൽ എത്തിക്കാനുള്ള തന്റെ മോദിക്കുണ്ട്, മോദിക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ട്. അതും മലയാളി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി കൂടിയാണ് ഇത് റേഷൻ കടകളിൽ കൊടുക്കാത്തത്. മറ്റൊന്നാണ് പ്രേക്ഷകർ ഇപ്പോ അങ്ങ് തന്നെ ഫേസ്ബുക്കിൽ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്, എവിടെയൊക്കെ കിട്ടും എന്നുള്ളതിൽ. അതിൽ തന്നെ പലരും വന്ന് നമ്മളത് റീപോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ചാനലിലൊക്കെ. അതിൽ ചോദിക്കുന്ന ഒരു കമന്റ് ആണ് സൊസൈറ്റി വഴികളിൽ കിട്ടുമോ എന്നുള്ളതൊക്കെ. ഈ സൊസൈറ്റി വഴികളിൽ എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ളത്, റേഷൻ കടയെ പോലെ തന്നെ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആയി കഴിഞ്ഞാൽ പൂർണ്ണമാവുമെന്നാണ് തോന്നുന്നത്. ധാരാളം പേര് എന്നെ ഫോൺ ചെയ്തു. അപ്പോ ബൈജുവിനും ധാരാളം ഫോൺ വന്നിട്ട് കാണും. ഞങ്ങൾക്കൊരു സൊസൈറ്റി ഉണ്ട്, ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്കൊരു ക്ലബ് ഉണ്ട്, ഞങ്ങൾക്കൊരു അയൽക്കൂട്ടമുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, ഞങ്ങൾ ഈ ഭാരത അരി വിൽക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ കർഷക മോർച്ചയുടെ ആളായതുകൊണ്ട് അരിയുമായിട്ട് അടുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ കൊടുത്താലുള്ള ഒരു പ്രശ്നം, കേരളത്തിലെ സൊസൈറ്റികൾ, കേരളത്തിലെ ക്ലബ്ബുകൾ, കേരളത്തിലെ ട്രസ്റ്റുകൾ, കേരളത്തിലെ റെസിഡൻസ് അസോസിയേഷനുകൾ അടക്കം ഇവിടുത്തെ പൊതു സംവിധാനങ്ങളിൽ ഒരു 70 മുതൽ 90% വരെ ഇടതുപക്ഷ നിയന്ത്രിതമായിട്ടുള്ള സമ്മതം. അപ്പൊ സൊസൈറ്റികൾക്ക് കൊടുത്തു എന്ന് പറയുമ്പം ഇത് സൊസൈറ്റികൾക്ക് എല്ലാം കൊടുക്കേണ്ടി വരും. അല്ലാതെ BJP സൊസൈറ്റിക്ക് മാത്രമോ കോൺഗ്രസ് സൊസൈറ്റിക്ക് മാത്രമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ജാതി വിഭാഗത്തിനോ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മതജാതി രാഷ്ട്രീയമില്ലാതെ എല്ലാ സൊസൈറ്റികളും വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ നിയന്ത്രിത സൊസൈറ്റികളിലായിരിക്കും. അവരെന്ത് ചെയ്യുമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വെള്ളപ്പൊക്ക ദുരിതാശ്വാസം വിതരണം ചെയ്തപ്പോ കണ്ടതല്ലേ. അന്ന് എന്താ പറയുന്നത്, നാപ്കിൻ വരെ അടിച്ചു കൊണ്ടുപോയി വിറ്റവന്മാരാണ് ഇവർ പാർട്ടികൾ. മരുന്നോ ഭക്ഷണമോ കൊണ്ടുപോയാൽ നമുക്ക് മനസ്സിലാകാം. എന്നിട്ട് സെക്കൻഡ് ഹാൻഡ് വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന സെക്കൻഡ് ഹാൻഡ് നൈറ്റിയും സാരിയും അടിപ്പാവാട നാപ്കിൻ വരെ അടിച്ചു കൊണ്ടുപോയി വിറ്റ സഖാക്കന്മാരുടെ കയ്യിലോട്ട് അരി കിട്ടിയാൽ എന്നതായിരിക്കും ഇവന്മാർ ചെയ്യുന്നത്. അപ്പോ നല്ല സൊസൈറ്റി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, നല്ല സൊസൈറ്റി ഉണ്ട്, കള്ള സൊസൈറ്റി ഉണ്ട്. ഇതിൽ നല്ല സൊസൈറ്റി 10% ഉള്ളപ്പോ കള്ള സൊസൈറ്റികൾ 90%. അപ്പൊ അവരുടെ കയ്യിലേക്ക് ഇത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഇത് വേണ്ട. ഇനി അതല്ല, കൃത്യമായും സുതാര്യമായും ചെയ്യാൻ പറ്റുന്നവരുണ്ട്, അവരുടെ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കിയിട്ട് ഇനി ഭാവിയിൽ വരുമോ ഇല്ലോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ആദ്യഘട്ടത്തിൽ ആ ഒരു നീക്കം വേണ്ട എന്ന് ഗവൺമെന്റ് വെച്ചത് ഇതല്ലാതെ തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഈ ചോദ്യത്തിന്റെ പിന്നിൽ മറ്റൊരർത്ഥമുണ്ട്. അപ്പൊ ഞാൻ ഈ വിളിച്ചവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ ആവേശം? അപ്പൊ അവര് പറയുന്നത് ഇതിന് എത്ര രൂപ കമ്മീഷൻ കിട്ടും സാർ? ചിലർ ചോദിക്കുന്നത് ഡീസലിന് ഇത്ര രൂപ കമ്മീഷൻ ഉണ്ട്, പെട്രോളിന് ഇത്ര രൂപയുടെ കമ്മീഷൻ ഉണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ എന്ത് സാധനം വിതരണം ചെയ്താലും കിലോഗ്രാമിന്റെ കമ്മീഷൻ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ അരി 1 കിലോയ്ക്ക് ഒരു 5-6 രൂപ കമ്മീഷൻ കിട്ടുമെങ്കിൽ അത് നല്ല ബിസിനസ് ആണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ടണ്ണ് തന്നേരെ, 10 ടണ്ണ് തന്നേരെ, 25 ടണ്ണ് തന്നേരെ, ഞങ്ങൾ വിറ്റോളാം എന്ന് പറഞ്ഞാൽ അത്രയും ഗുണം 6 രൂപ കമ്മീഷൻ കിട്ടുമെന്നാണ് ഈ പാവങ്ങൾ ഓർത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 1 രൂപയും കമ്മീഷൻ കിട്ടുകയില്ല. ഇത് നേരിട്ട് ഈ പറഞ്ഞ പ്രഖ്യാപിതമായ റേറ്റിൽ തന്നെ വിതരണം ചെയ്യേണ്ടി വരും. അല്ലാതെ 29 രൂപയ്ക്ക് വിൽക്കുന്ന പൊന്നിയരി 20 രൂപയ്ക്കോ 25 രൂപയ്ക്കോ അല്ല നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ നഷ്ടം വരും. കയറ്റുകൂലി, ഇറക്കുകൂലി, മറ്റ് ചെലവുകൾ എല്ലാം നഷ്ടം വരും. അതുകൊണ്ട് നഷ്ടമൊക്കെ സഹിച്ചത് കൊടുക്കാൻ മാത്രമുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അയ്യോ അങ്ങനെയല്ല, ഞങ്ങൾ ധരിച്ചത് ഒരു 5-6 രൂപ കിലോയെ ലാഭം എടുക്കാമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ലാഭമുണ്ടാക്കാനുള്ള ഒരു കച്ചവടമല്ല. സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഉയർന്ന അരിയെടുത്ത് സബ്സിഡൈസ്ഡ് റേറ്റിലാക്കിയാണ് 29 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് വാങ്ങി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം കേന്ദ്ര സർക്കാർ ഏതായാലും ഒരുക്കുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള മറുപടി. പ്രേക്ഷകരെ, സഖാക്കളുടെ ആ സൈബറിടങ്ങളിലുള്ള വാഴ്ത്തലുകൾ അതല്ലെങ്കിൽ ഇതിനെതിരെയുള്ള പ്രചാരണം കണ്ടുകൊണ്ട് അരി വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കർഷക മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ അനർഹരായിട്ട് ഈ 6000 രൂപ വർഷത്തിൽ വാങ്ങുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം സഖാക്കൾ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ അനർഹതയിൽ കൈപ്പറ്റുന്നത് എന്ന തെളിവ് സഹിതം നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഭരത് അരി
വാങ്ങുക ഈ പറയുന്ന സഖാക്കന്മാർ തന്നെയായിരിക്കാം. അവർക്കത് സുലഭമായി കിട്ടാൻ വേണ്ടി തന്നെയായിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ കണ്ണിൽ കുരുമുളക് ഇടുന്നത്, മുളക് പൊടി എറിയുന്നത്. അതിനെ ആ രീതിയിൽ തന്നെ കാണുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോദിജി നൽകുന്ന അരി വാങ്ങി ഭക്ഷിക്കുക. കാരണം മോദിജി നിങ്ങളുടെ ഒന്ന് വോട്ട് കണ്ടുകൊണ്ടെന്ന എന്നാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ബി.ജെ.പിയിലേക്ക്, അതല്ലെങ്കിൽ നല്ല ഭരണം കാഴ്ചവെക്കുന്ന ആ ഒരു ബി.ജെ.പിയുടെ ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ ഇതിലേക്ക് വന്നെത്തും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് കൊണ്ടല്ല ഇത്രയും നാൾ നരേന്ദ്രമോദിജി ഭരിച്ചത്. ഇനി പ്രതീക്ഷിക്കുന്ന ഭരണം, അടുത്ത ഭരണവും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ കൂടി ഒരു പങ്കാളിത്തം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം സഫലീകരിക്കുക എന്നത് മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. വേണമെങ്കിൽ വാങ്ങി ഭക്ഷിക്കുക എന്നത് മാത്രമേ ഈ അവസാന നിമിഷത്തിൽ പറയാനുള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ പൂർണ്ണമായി തന്നെ ജയസൂര്യൻ സാർ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട് സാർ. നമ്മുടെ അതിഥിയായി വന്നതിനും അതിനേക്കാൾ ഉപരി തന്നെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.